ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിടക്കാഴ്ച ഐറ്റമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ചെയ്ത് നോക്കിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിക്കും. ഒറ്റ ഒരെണ്ണം പറഞ്ഞാൽ കേൾക്കത്തില്ല. ഈ പറഞ്ഞ കേൾക്കുന്ന പിള്ളേരെ ഈ സുപ്പൂന് ഇഷ്ടമേ അല്ല കേട്ടോ. സത്യമായിട്ടും അതെ, പറഞ്ഞ കേൾക്കാത്ത പിള്ളേരെ സുപ്പൂന് ഇഷ്ടമേ അല്ല. അപ്പോൾ ഈ പറഞ്ഞാൽ കേട്ടോണം. നാളെ ചെയ്തുകൊണ്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല കിടക്കാഴ്ച ഐറ്റമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് സംഭവങ്ങൾ മാത്രം മതി. നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ആണല്ലോ നമ്മൾ എന്നും ചെയ്തല്ലേ. അപ്പോൾ അതിന് എന്നെ എടുത്തിട്ട് അടിക്കൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു സംഭവങ്ങളുമായിട്ടാണ് എന്നും കിടക്കാഴ്ച ഐറ്റവും കൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് സുപ്പൂനോട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു കിടക്കാഴ്ച ഐറ്റമാണ്. പിള്ളേരെ എത്തിച്ച് പൂ കെട്ടി എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ മുടിയെക്കാട്ടിൽ കൊണ്ട് എൻ്റെ പൂ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതങ്ങോട്ട് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ വെച്ചേക്കാം. അല്ലാത്ത സമയത്ത് ഞാൻ സ്ലൈഡ് വെച്ച് കുത്തും കേട്ടോ. നിങ്ങളെ ഒന്ന് കാണിക്കാനാ. ഒറ്റ ആരും ഇപ്പം വരണ്ട. ഇപ്പം ആരും കല്യാണത്തിനൊന്നും വിളിക്കണ്ട. ചിക്കിളിയൊക്കെ കുറവാണ് ഇപ്പം വിളിക്കണ്ട. എന്തായാലും നമ്മൾ വെറുതെ പോയി ചോറിടാൻ പോകാനും പോവും. കല്യാണത്തിന് വിളിച്ചാൽ എന്തെങ്കിലും കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ആരും വരണ്ട കേട്ടോ. ഇപ്പം ഈ മാസം അധികം ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. നമുക്ക് ലോണുകളും കാര്യങ്ങളും കുടുംബശ്രീയിലെ ലോണൊക്കെ അടച്ചില്ലെങ്കിൽ ചേച്ചിമാരെന്നെ ഓടിച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ തൂണ പിടിച്ച് കിട്ടും. അപ്പോഴതുകൊണ്ട് ഈ മാസം ഇങ്ങോട്ട് ആരും വന്നേക്കരുത് കേട്ടോ കല്യാണം പറയണത്. സത്യം പറഞ്ഞാൽ എൻ്റെ മറവി കാരണം എത്ര കല്യാണങ്ങൾ ഇവിടെ പറയാതെ പോയിട്ടുണ്ടെന്ന് അറിയാമോ. ദൈവമേ, എനിക്കറിയത്തില്ല. നമ്മുടെ അണ്ണൻ ഇതുവല്ലെന്ന് പറഞ്ഞാൽ ഈ കൊച്ചന്നേരത്തേക്ക് അമ്മയെ പപ്പയോട് പറഞ്ഞു. ഞാനെന്നേരം പറയും, മോളെ കല്യാണം കഴിഞ്ഞു, കൊച്ചിൻ്റെ പെരിയിലും കഴിഞ്ഞു, ഇനി പപ്പയോട് പറഞ്ഞാൽ എന്നെ എടുത്തിട്ട് അടിക്കത്തില്ലേ കേട്ടോ. അങ്ങനെ എത്ര കല്യാണങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്ന് അറിയാമോ പറയാൻ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ, ഈ പിച്ചിപ്പൂ കെട്ടി രാവിലെ അങ്ങോട്ട് തലയിൽ വെക്കും അങ്ങോട്ട്. എൻ്റെ ദൈവമേ, ഒറ്റ ഒരു പേനും വരുന്നില്ല കേട്ടോ തലയിൽ നിന്നും. പേനെ കൊല്ലാനൊക്കെ നമുക്ക് കൊതിയാണ്. പേനില്ലാത്തത് വേണ്ട. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു പേനില്ലെന്ന്. ഗൾഫിലെങ്ങാണ്ട മിനി ചേച്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊന്നും പേനെ കാണുന്നില്ല. എൻ്റെ പൊന്നി ചേച്ചി വാ, സ്കൂൾ ഇറക്കുമ്പോഴത്തേന് ഇനി വന്നാൽ അത് നമുക്ക് പിള്ളേരുടെ തലേന്ന് ഒരു 10 പേനെ പറക്കിയിട്ടുണ്ട് അമേരിക്കയിലോട്ട് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. വിത്തുകൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ തല ഒറ്റയൊരു പേനില്ല. എന്നാൽ എന്നും പൂവൊക്കെ വെക്കും. രാത്രി ആയാലും ഇത് കളയത്തില്ല കേട്ടോ. രാത്രി ആയാലും ഇങ്ങനെ വട്ടം മുടി ഇച്ചിരി ഉള്ളെന്നാലും അത് വട്ടം ചുറ്റി വെച്ച് പിള്ളേർ കിടന്ന് ചിരിക്കും. അമ്മ ഇനിയെങ്കിലും ഇത് കളഞ്ഞൂടെ. ഞാൻ പറയാൻ കളയത്തില്ല. എൻ്റെ പിച്ച് തോന്നുന്നൊരു ഇഷ്ടം പോലെ പൂ തരുന്നുണ്ട് കേട്ടോ. വേറെ ഇത്ര ഒരു ലോഡ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. ഇത് പിന്നെ നമ്മൾ ഇന്നങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് പിച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് കിടുക്കാഴ്ചയായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി കേട്ടോ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. ബാക്കി എനിക്കറിയത്തില്ല. ഈ എല്ലാ പാട്ടിൻ്റെ ഒരു വരി 2 വരി എനിക്കറിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടങ്ങ് നിങ്ങൾ ക്ഷമിച്ചേക്ക്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചാൽ നമ്മളിന്ന് ചെയ്യുന്നത്. അതാ പാടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഭയങ്കര പ്രോഗ്രാമാണ്. ഇന്ന് ബിസിയാണ് ഞാൻ കേട്ടോ. രാവിലത്തെ പരിപാടി അടുക്കളയിലെല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലെ ഇന്ന് ആക്കി. അപ്പോഴും മോൻ ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും രാവിലെ അവൻ പറഞ്ഞ് ചോറ് കൊണ്ടുപോകണമെന്ന്. പക്ഷേ ആളെ ചോറൊന്നും കൊണ്ടുപോയില്ല, കഴിച്ചിട്ടങ്ങ് പോയി. നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്ന് എന്തൊക്കെയാണ് ഞാൻ വെച്ചത്? ചോറ് വെച്ചു, മീൻകറി വറ്റക്കറി വെച്ചു, കാബേജ് തോരൻ വെച്ചു, തീയൽ വെച്ചു, നമ്മുടെ നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ സലാഡുണ്ട്. ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ മതി. ഇനി ഇന്നലത്തെ ചിക്കൻ കറി നമ്മൾ വെച്ചത് ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാ ഇതെല്ലാം കൂടെ? ആരുമില്ല കേട്ടോ. ആരും കഴിക്കാനൊന്നും ആർക്കും അത്ര കഴിക്കാനൊന്നും വയ്യ, മടിയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലെല്ലാം പണി കഴിഞ്ഞു. പിന്നെ നീച്ചും തുണി കല്ലുമേ എൻ്റെ നൈറ്റിയൊക്കെ കഴുകാനുണ്ട്. അത് കുതിർത്ത് വെച്ചു. അമ്മിണിക്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്. അമ്മിണി അത് അലക്കി തീർന്നു. പിന്നെ കുറച്ച് തുണി ഇവിടെ എല്ലാ പ്രദേശത്ത് മൊത്തം ഈ 14-ാം വാർഡ് മൊത്തം വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ഉണ്ട്. നിങ്ങൾ ബാക്കിലൊക്കെ നമ്മുടെ അണ്ണൻ്റെ ഷർട്ടൊക്കെ കേട്ടോ. അതൊക്കെ കിടപ്പുണ്ട്. അങ്ങോട്ടൊന്നും നോക്കണ്ട നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം കുറച്ച് തുണിയും കൂടെ ഉണ്ട്. അപ്പോഴെൻ്റെ മോന്തയൊന്ന് കഴിയട്ടെ, നമുക്ക് പോയി കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ രാവിലെ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കിടക്കാച്ചി പായ്ക്കുമായിട്ടാണ് വന്നത്. ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സുപ്പുവിനെ വന്ന് തല്ലിക്കൊന്നു. ആരും ചോദിക്കാനും പറയാനും ഇല്ല. സുപ്പുവിനെ തല്ലിക്കൊന്നു. അത്രയ്ക്ക് കിടു ഒരു ഐറ്റമാണ് കേട്ടോ. രണ്ട് സംഭവങ്ങൾ മതി കേട്ടോ. അത് 2 പേരും മിടുക്കെന്ന് പറഞ്ഞാൽ മിടുക്കൻ കേട്ടോ.
അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഉരുളക്കിഴങ്ങ്, നമ്മുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് വേണം. പച്ച മഞ്ഞളുണ്ടല്ലോ, ഞാൻ നമ്മുടെ വീട്ടിൽ പച്ച മഞ്ഞൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് വീടിന് ഐശ്വര്യമാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴേ എനിക്കൊരു അശരീതിയൊക്കെ ഉണ്ടായി, നീ പച്ച മഞ്ഞൾ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ. അങ്ങനെ ആ അശരീതി കേട്ട് ഞാൻ പച്ച മഞ്ഞൾ നമ്മുടെ ഈ വീട്ടിൽ അവിടെ ഉണ്ട് കേട്ടോ, പഴയ വീട്ടിലുണ്ട് പുതിയ വീട്ടിലുണ്ട്. അപ്പോഴേ നമ്മൾ കയറി വരുന്ന 2 സൈഡിൽ നിന്ന് നട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നട്ടിട്ടുണ്ട്. എന്താണ് കുന്ത്രാണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ഒരു മൂടെടുത്തുകൊണ്ട്, ഒരു മൂടൊന്നും വേണ്ട കേട്ടോ, ഒരു പീസ് ഞാൻ മാന്തിക്കൊണ്ട് വന്നത്, അടിച്ചു മാറ്റി മാന്തിക്കൊണ്ട് വന്നു. അപ്പോഴതും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൂടെ നന്നായിട്ട് നമ്മുടെ സുജാത ചേച്ചിയുടെ മക്കളെ മഴ ചാറുന്നു. തുണിയൊന്ന് പറക്കി കേട്ടെ, എല്ലാം പറക്കിയിട്ട് എല്ലാം വിരിച്ചിട്ടിരുന്നതാണ് കേട്ടോ. ഉണങ്ങിയതാണ്, ഇത്തിരി മെഷീനകത്ത് ഇട്ടത് ഉണങ്ങിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് വെയിൽ കൊള്ളണമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് വാടിയിട്ടത്. അയ്യോ എന്തൊരു കാറ്റും. അപ്പോഴും നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ മഞ്ഞളും കൂടെ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് നന്നായിട്ട് അരച്ചത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി ഒരു പാടൊക്കെ വീഴും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഥവാ അരയാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പാലുണ്ടല്ലോ, അത് ഇച്ചിരി പച്ച കളറല്ല, നമ്മൾ തിളപ്പിക്കാത്ത പാല് വേണമെങ്കിൽ കുറച്ചൊഴിച്ച് കേട്ടോ അരച്ചെടുത്താൽ മതി. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ഇടുമ്പം വലിയ പാടാതെ അരഞ്ഞ് കിട്ടാൻ, വലുതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അരഞ്ഞങ്ങ് വരും. ഇത് രണ്ടും കൂടെ അതിൻ്റെ നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ ഒരു പീസും ഇതും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് നന്നായിട്ട് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വരണം. പിന്നെ ഈ മഞ്ഞ കളറിൽ മഞ്ഞൾ വെച്ചുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതേപോലെ മഞ്ഞ കളറല്ല കേട്ടോ, പഴയതൊക്കെ പറക്കിയിട്ടോളൂ കേട്ടോ. അപ്പോഴും മുഖം നന്നായിട്ട് നമ്മൾ കഴുകിയിട്ട് വരണം. കഴുകിയതിന് ശേഷം മുഖവും കഴുത്തും ഒരേപോലെ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ രണ്ടും 2 കളറായിപ്പോയി. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇച്ചിരി ഒരു ഇതായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് തേച്ച് ഇച്ചിരി വെള്ളം വലിയുമ്പോൾ വീണ്ടും അത് ചെയ്ത് കൊടുത്തോണം കേട്ടോ. അപ്പോഴും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ പണ്ടൊക്കെ ഉണ്ടല്ലോ കോഴിപ്പേൻ എന്ന് പറയുന്നൊരു സംഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? കോഴിപ്പേൻ ഈ ചൂട് സമയത്തൊക്കെ കോഴിക്ക് പേൻ വീഴും, മനുഷ്യരെയൊക്കെ പേൻ വീഴുമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കല്ല കോഴികൾക്കും ഈ പേനൊക്കെ വീഴും. അതിന് കോഴിപ്പേൻ എന്നാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ സ്ഥലത്തെ എന്താണ് പറയുന്നതെന്ന്. കോഴിപ്പേൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോഴും ഈ കോഴിപ്പേന് പോകാൻ വേണ്ടി പിന്നെ ഈ കോഴികളെ അങ്ങ് ഭയങ്കര ദ്രോഹം ചെയ്യും ഈ കോഴിപ്പേൻ കേട്ടോ. തലയൊക്കെ ഭയങ്കര ഇതായിട്ട് വരും. അപ്പോൾ അന്നൊക്കെ ഈ അതിനൊരു സംഭവം എന്തൊരു ഒരു അയ്യത്തൊക്കെ നിൽക്കുന്ന ഒരു വേനപ്പോച്ച എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ. അതിന് വേനപ്പോച്ച എന്ന് പറയും. അതിൻ്റെ ഒരു ഇല ഇച്ചിരി വലുതാട്ടോ. എനിക്ക് നമ്മുടെ കാബേജിൻ്റെയൊക്കെ ഇലയുടെ മാതിരിയൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഇലയും നമ്മുടെ ഈ മഞ്ഞളും കൂടെ അരച്ചോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കിയോ ഒക്കെ വെള്ളം ആറിയതിന് ശേഷം നമ്മുടെ ഈ കോഴിക്കുട്ടന്മാരെ എല്ലാം പിടിച്ച് മുക്കുമായിരുന്നു. അപ്പോഴും ആ പേൻ അങ്ങ് പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാനത് ഓർത്ത കേട്ടോ. എനിക്കെന്നും പറഞ്ഞ് കോഴിപ്പേനൊന്നുമില്ല, ഞാനിതൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് തേച്ചൊഴി കഥകളിക്കൊക്കെ പോകുന്നവരുടെ കൂട്ട ഇരിക്കുന്നു. രാവിലെ നമ്മുടെ അണ്ണം കാണണം, നീ എവിടെ ആടി, ഇന്ന് നിനക്ക് എവിടെ ആണ് പ്രോഗ്രാമെന്ന് ചോദിക്കും കേട്ടോ. നമ്മുടെ കഴുത്തിലും ഇങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ. ഒന്ന് കാറ്റടിച്ച് തോരുമ്പോൾ നിങ്ങൾ വാക്കിങ് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല കിടുക ഇവന്മാർ രണ്ടും കൂടെ ചേർന്നാലുണ്ടല്ലോ വീരന്മാരാ 2 പേര്. മഞ്ഞളിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മഞ്ഞളും ഉരുളക്കിഴങ്ങാണെങ്കിലും എൻ്റെ പൊന്നെ ഇവന്മാരുടെ കാര്യം പറഞ്ഞാൽ തീരത്തില്ല. അതുമാതിരിയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. സരസ് ഇതൊന്നും കാണുന്നില്ല, വായിക്കകത്തോട്ടൊക്കെ ഒന്ന് വീഴുന്നു. കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ നമ്മുടെ വായിലോട്ടും പോയാൽ മഞ്ഞളിൻ്റെ കാര്യം പിന്നെ ഹിന്ദു ഗ്രഹങ്ങളിൽ ഞാനിപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യും മഞ്ഞളുണ്ടല്ലോ. നമുക്കിപ്പം എല്ലാ വീടുകളിലൊന്നും പശു ഇല്ലാത്തത് കൊണ്ട് പണ്ട് കാലങ്ങളിൽ വിളക്ക് കൊളുത്താൻ നേരം നമ്മൾ ചാണക വെള്ളമായിരുന്നു തളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ വീടുകളിലൊന്നും ഈ പശു ഒന്നും ഇല്ലാത്തത് കൊണ്ട്
അപ്പോഴേ തിരുമേനിമാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മഞ്ഞൾ വെള്ളം കലക്കി കുടഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് വിളക്ക് കൊളുത്താം, വൈകിട്ടോ രാവിലെ. അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ വീടിനാണേലും നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഇട്ടായിരുന്നേ, മഞ്ഞൾ വെള്ളം കലക്കി കുടയുന്നത്. അപ്പോഴാരോ എന്നോട് ചോദിച്ചു മഴ പെയ്തില്ല പിന്നെ എന്തിനാണ് വെള്ളം കുടയുന്നതെന്ന്. അപ്പോഴത് വെള്ളം കുടഞ്ഞതല്ലായിരുന്നു കേട്ടോ, അത് ഞാൻ മഞ്ഞൾ വെള്ളം ഞാൻ വിളക്ക് മക്കളാണെങ്കിലും അവർ ചെയ്തോളും കേട്ടോ. അപ്പോൾ നമ്മളീ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ അവരറിഞ്ഞും കേട്ടുമൊക്കെ എല്ലാം ചെയ്തോളും. വിളക്ക് കൊളുത്തുവാണെങ്കിലും വൈകിട്ട് ചിലപ്പം മോനാണ് വിളക്ക് കൊളുത്തുന്നത്, പിന്നെ നാമം ചെല്ലുന്നത് നമ്മളെല്ലാം കൂടെ. അപ്പോൾ വിളക്ക് കൊളുത്തുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അവരോട് പിന്നെ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, എടി ഇത് ചെയ്യടി, അത് ചെയ്യടി എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അപ്പന്മാരും അമ്മമാരുമായി അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അവർ പിന്നെ തുടർന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ മക്കളെ നല്ലത് മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവരുടെ കുറ്റങ്ങളും ഇവരുടെ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്താൽ സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സും അങ്ങനെയൊക്കെ അങ്ങോട്ടും അല്ലെങ്കിൽ അപ്പൻ അങ്ങനെ പറഞ്ഞു തന്നു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തും ഇതൊക്കെ ആയിരിക്കും എപ്പോഴും വന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക, അവരെയൊക്കെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക അല്ലേ, അങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ നല്ലത് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും വൈകിട്ട് വിളക്കൊളുത്തി നാമം ചെല്ലാനും പ്രാർത്ഥനയെങ്കിൽ അത് അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇത് തന്നെ വരും കേട്ടോ. നല്ലത് ബാക്കിയുള്ളത് നമുക്ക് കയ്യിലും വെച്ച് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇന്ന് മഞ്ഞമയമാണ്, കളയണ്ട കേട്ടോ. അപ്പോഴും നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മക്കളും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് നമ്മളങ്ങോട്ട് വിഷം കുത്തിവെച്ച് കൊടുത്താട്ടല്ലോ കേട്ടാലോ, വിഷം അങ്ങോട്ട് കുത്തി വെച്ചാൽ അവരുടെ മനസ്സും അത്രയ്ക്ക് ഇതായിട്ടായിപ്പോവും കേട്ടോ. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെല്ലാവരും നോക്കണമല്ലേ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴതേ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നമുക്ക് തേക്കാം കേട്ടോ. ഈ ബാക്കി വരുന്നത് കളയണ്ട, നിങ്ങൾ കുളിക്കാൻ പോകുന്നത് കണ്ട കേട്ടോ. അപ്പോൾ എന്നും ഒന്നും ചെയ്യേണ്ട, ഇത് മഞ്ഞളാണല്ലോ. അപ്പോൾ മഞ്ഞൾ നമ്മൾ എന്നും അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇട്ടാൽ ഒരു മഞ്ഞ കളറ് എപ്പോഴും ഫീൽ ചെയ്യും നമ്മുടെ മുഖത്ത്. അപ്പോൾ വേണ്ട, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്ത് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് അരച്ചിടാം. പക്ഷേ മഞ്ഞളിൻ്റെ പ്രയോഗം അങ്ങനെ എന്നും വേണ്ട കേട്ടോ. ഉള്ളതുപോലെ നമ്മൾ പറയണമല്ലോ. മഞ്ഞൾ നമ്മൾ തേക്കുമ്പം തന്നെ നമ്മുടെ മുഖത്തൊരു മഞ്ഞമയ ഫീൽ ചെയ്യും, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നും ചെയ്യാം കേട്ടോ, ആഴ്ച ഒരു ദിവസം ചെയ്താൽ മതി, ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെടുത്തത് ഫുള്ളും ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇടാനൊന്നും നിൽക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ തോരുമ്പം വീണ്ടും ഇട്ട് കൊടുത്തുള്ളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് തുടച്ച് മാറ്റാം കേട്ടോ. കാറ്റൊക്കെ വന്ന് മഴക്കോളാട്ടോ, ഇവിടെ മൊത്തത്തിൽ മഞ്ഞയെ കുളിച്ചിരിക്കുക കേട്ടോ. അപ്പോഴേ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. പായ്ക്കൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റായി. അപ്പോഴത്തേനും നമുക്ക് തോന്ന് കിട്ടി കേട്ടോ. പച്ചമഞ്ഞൾ ഇതിൻ്റെ ബാക്കി ഞാനെടുത്തു, കുറച്ചെടുത്താൽ മതി കേട്ടോ, കുറച്ചെടുത്താൽ മതി, നല്ല കളറുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഓടി വായോ, അല്ലെങ്കിൽ വേണ്ടവർ അവിടെ ഇരുന്ന് കൈയൊന്ന് പൊക്കെ ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ട് കിട്ടിയോ മഞ്ഞൾ, ഇല്ലാത്തവരൊക്കെ ഓടി വായോ. തയ്യല്ലല്ലോ മഞ്ഞളാണ് നടന്നത് കേട്ടോ. അപ്പോൾ കിടു സംഭവമാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. എവിടെയെങ്കിലുമൊക്കെ വയലിലൊക്കെ കാണും കേട്ടോ, വയലിലൊക്കെ ചിലർ നട്ട് പിടിപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ചന്തയിലൊക്കെ കാണുമായിരിക്കും കേട്ടോ പച്ചമഞ്ഞൾ. എനിക്കറിയത്തില്ല കേട്ടോ. ഇല്ലാത്തവരെന്തായാലും എവിടുന്നേലും സംഘടിപ്പിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഓട്ടോ ഒന്ന് ഞാൻ വെച്ചാൽ വല്ല വിരുന്നുകാരും ആയിരിക്കുന്നു, കുഴപ്പമില്ല, എല്ലാം ആയല്ലോ, വരട്ടെ വിരുന്നുകാർ. ഓട്ടോ വന്നായിരുന്നു കേട്ടോ. നമുക്ക് ഒരു 15 മിനിറ്റായി കേട്ടോ. നമുക്കിനി കുറച്ച് മാറ്റാം. ഓട്ടോക്കാരനെ പേടിപ്പിക്കാനായിട്ട് വന്നത് കേട്ടോ, എന്നെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്ന ഒരു ടൈപ്പല്ല ഓട്ടോക്കാരാ കേട്ടോ.
പള്ളിയല്ലേ എപ്പോഴും ആൾക്കാരൊക്കെ ചിലപ്പം ഓട്ടോയൊക്കെ വിളിച്ച് വരും. എന്നും ചെയ്യണ്ട കേട്ടോ, എന്നും ചെയ്യണ്ട. ആഴ്ച ഒരു പ്രാവശ്യം മാത്രം ചെയ്തോളൂ കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സൂപ്പർ പറയുന്നത് കേട്ടോ. കിടുവായിട്ടാ ഞാനതൊക്കെയല്ലേ കാണിക്കത്തുള്ളൂ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അതോ ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യുവാണോ? ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുകൂടത്തില്ല, ഞാൻ മിണ്ടത്തില്ല, നിങ്ങളുമായിട്ട് ഞാൻ ചിക്കാവും കേട്ടോ. കൂട്ടുകൂടത്തില്ല കേട്ടോ. ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞളൊക്കെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞ പഴയതൊക്കെ ഇട്ട് നമ്മൾ ചെയ്യണമെന്ന് കേട്ടോ. കരിയിലക്കിളി ഒരു രക്ഷയില്ല. ഇവിടെ കുരുത്തൊക്കെ ഇതേണ്ട പുറേ കണ്ടോ കരിയിലക്കിളി. ഇവളുമാരെപ്പോഴും ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും ഇവർക്ക് കേട്ടോ. പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും ഇവർക്ക് കേട്ടോ, നമ്മുടെ ചിന്നൂനെ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കണം കേട്ടോ. നമ്മുടെ കൈയും കൂടെ നമുക്ക് തുടച്ച് കൊടുക്കണം. ഭയങ്കര ഒരു രസമുണ്ടായി. നമ്മുടെ സരസ് ഇതുവഴി കടന്നു വന്നു കേട്ടോ. എന്നോട് ചോദിക്കുന്നത് നീ എവിടെ പോവാണെന്ന്. ഞാൻ പറഞ്ഞു എങ്ങും പോവല്ലെന്ന് കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ കയറ്റി വിട്ടു, ഇതിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. അമ്മ വിചാരിച്ചു ഞാൻ ഈ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നുണ്ടപ്പോൾ ഇനി എവിടെയെങ്കിലും പോവാം വിചാരിച്ചു. പാവ സരസ് കേട്ടോ. ഞാൻ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന അമ്മ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പാത്തും പതുങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന കേട്ടോ, അമ്മ കാണത്തില്ല. അപ്പം ഇന്നിപ്പോൾ യാദൃശ്ചികമായിട്ട് വന്നത് അമ്മ കേട്ടോ. അപ്പോഴേ നല്ല റിസൾട്ട് ഉണ്ട്. എനിക്ക് ചിരിയും വന്നു കേട്ടോ. എന്നോട് ചോദിക്കുക എവിടെ പോകണം. ഞാൻ പറഞ്ഞു എങ്ങും പോവല്ല അമ്മേ, ഞാനിവിടെ തന്നെ നിൽക്കും. അമ്മയെ കളഞ്ഞിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. പോരെ എന്തിനു മരുമോട് അല്ലേ, എന്തൊരു സ്നേഹം സരസ്വനോട്. ഞാൻ പറഞ്ഞു അമ്മ കളഞ്ഞിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. അതപ്പോൾ ഞാൻ പോകുന്നെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടല്ലേ പോകത്തുള്ളൂ, അമ്മ തന്നെ ആക്കിയിട്ട് ഇവിടെ അങ്ങനെ പോവും ഞാൻ കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കയറ്റി വിട്ടു. അപ്പോഴത്തേക്ക് ഇടുക്കാച്ചി ആയിട്ടുമാണ് നമ്മുടെ പായ്ക്ക്. എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണോ ഇല്ല പിള്ളേരെ, നല്ല റിസൾട്ടില്ല, നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. അപ്പോഴും വെളുത്ത് തുടുക്കുമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല കാന്തി എന്നൊക്കെ പറയത്തില്ല, മുഖകാന്തി അങ്ങനെയൊക്കെ പറയത്തില്ല, അതൊക്കെ കിട്ടും കേട്ടോ. കിട്ടുമായിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കും വിശേഷങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വേറെ എന്താ വിശേഷങ്ങൾ പറയുന്നത്. കൈയുടെ ഇവിടെ ഇച്ചിരി നമ്മളിങ്ങനെ തേച്ചത് കൊണ്ടാണ് കേട്ടോ, തുമ്പത്തൊക്കെ ക്യൂടെക്സ് ഉണ്ട്, മഞ്ഞ ക്യൂടെക്സ് കേട്ടോ. അപ്പോഴും നമ്മുടെ വിശേഷങ്ങളും വീഡിയോയും ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഈ കൈ ഇച്ചിരി മഞ്ഞ കളർ, അത് കുഴപ്പമില്ല കേട്ടോ. അതാ പറയും നമ്മൾ എന്നും അങ്ങോട്ട് മഞ്ഞൾ മുഖത്തിടണ്ട കേട്ടോ. ഇങ്ങനെ മുഖത്ത് പെട്ടെന്ന് അങ്ങോട്ട് മഞ്ഞമയം അങ്ങോട്ട് എടുത്തറിയും. ആഴ്ച ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.